നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പോപ്കോൺ സ്റ്റിച്ച് എന്താണെന്ന് പഠിച്ചു. അപ്പോൾ അത് വെച്ചിട്ടൊരു മുല്ലപ്പൂ ഗർലാൻഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇവിടെ ഞാൻ 125 ചെയിനാണ് ഗ്രീൻ കളറിൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു. എന്നിട്ടാണ് ഈ വൈറ്റ് കളറിലെ ത്രെഡ് അതിലോട്ട് നമുക്ക് ഫസ്റ്റ് 3 ചെയിന്, അത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ 4 ഡബിൾ ക്രോഷ്യ ഇല്ലെങ്കിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഞാനിവിടെ 3 ഡബിൾ ക്രോഷ്യയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഫസ്റ്റത്തെ 3 ചെയിനും കൂടെ ടോട്ടൽ 4 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്. 5 എണ്ണം ചെയ്താലാണ് കേട്ടോ ഭംഗി ഉണ്ടാവുക. എൻ്റെ ത്രെഡ് ഭയങ്കര തിക്കായിരുന്നു 5 എണ്ണം എടുക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാനിവിടെ 4 എണ്ണം വെച്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ചെയിന് നമ്മൾ ആദ്യത്തെ ചെയിനിൽ ഇങ്ങനെ വലിച്ചെടുക്കണം. അപ്പോഴാണ് ഇവിടെ പോപ്കോൺ സ്റ്റിച്ച് ഉണ്ടാവുക. വീണ്ടും ഞാനിവിടെ 3 ചെയിൻ ചെയ്തിട്ട് സെയിം ചെയിനിലോട്ട് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഓരോ ചെയിനിലും നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് നമുക്ക് സിംഗിൾ ക്രോഷ്യോ അല്ലെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ചോ ഇട്ടിട്ട് അടുത്ത ചെയിനിൽ ലോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ചെയിൻ സ്റ്റാർട്ട് ചെയ്യുക, ഡബിൾ ക്രോഷ്യ ചെയ്യുക, അത് പോപ്കോൺ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഇതുപോലെ ഭയങ്കര സ്ട്രെച്ചബിളാണ്. ഈ ഒരു ഗ്രീൻ കളറ് ത്രെഡ് എനിക്കിവിടെ ഭയങ്കര തിക്കായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, വലുതാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്തുപോലെ ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് പല തരത്തിൽ മുല്ലപ്പൂവിൻ്റെ മാല ചെയ്തെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ ഒരു 3-4 ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത് ട്യൂട്ടോറിയലായിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഹുക്കിലും യാണിലും ഒക്കെ വരെ ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഓരോ സാമ്പിളാക്കി ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നുള്ളത്. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ട്യൂട്ടോറിയലായിട്ട് ചെയ്തു തരാം. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് 2 ലെയറായിട്ട് ഗ്രീൻ കളറ് ഞാൻ ഇവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്തുകൊണ്ടാണ് അത്രയും സ്ട്രെച്ചബിളായിട്ട് ഇത് കിട്ടുന്നുള്ളത്. ഇത് നമുക്ക് ഈവൺ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് റിയൽ ആയിട്ടുള്ള മുല്ലപ്പൂ മാല പോലെ എനിക്ക് അത്ര ഫിനിഷിങ് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ സിംഗിൾ ലെയറായിട്ട് ഗ്രീൻ ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതൽ മുല്ലപ്പൂവിൻ്റെ ടൈപ്പ് ഫിനിഷിങ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്ന ഹുക്കിൻ്റെ സൈസും അതുപോലെ തന്നെ ത്രെഡിൻ്റെ കളറൊക്കെ നമുക്ക് ഡിഫറൻസ് ഉണ്ടാക്കും മുല്ലപ്പൂവിൻ്റെ മാല ചെയ്യുമ്പം. അപ്പോൾ ഏത് ഹുക്കാണ് യൂസ് ചെയ്യേണ്ടത്, അതിന് പറ്റിയ യാൺ ഏതാണ്, അതൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കണ്ടോ, ഇത് ഞാൻ വേറെ ഒരു മുല്ലപ്പൂ മാല ചെയ്തതാണ്. ഇതിൽ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫിനിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എനിക്ക് റിയൽ ആയിട്ടുള്ള മുല്ലപ്പൂ തോന്നിയിട്ടുള്ളത് കോട്ടണിൽ ചെയ്തിരിക്കുമ്പോഴാണ്. ഇത് അക്രിലിക് ആണ് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ എനിക്ക് ആ ഗ്രീൻ കളർ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും ക്ലാസ്സൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം.